കോട്ടയത്തെ രോഗിയുമായി പോയ വാഹനത്തിന് ചില്ല് അടിച്ചു തകർത്ത് കോൺഗ്രസ് പ്രവർത്തകർ. മെഡിക്കൽ കോളേജിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിനിടെയാണ് സംഭവം. പ്രവർത്തകർക്കിടയിലൂടെ പോയ കാർ ദേഹത്ത് മുട്ടിയെന്നാരോപിച്ചാണ് ചില്ല് തകർത്തത്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, എപ്പോഴായിരുന്നു സംഭവം? വിശദാംശങ്ങൾ. വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം കോട്ടയം മെഡിക്കൽ കോളേജിന് മുൻവശത്തായിട്ട് നടന്നിരുന്നു. ഈ മെഡിക്കൽ കോളേജിന് മുൻവശത്തുള്ള പാത എന്ന് പറയുന്നത് ആംബുലൻസ് ഉൾപ്പെടെ രോഗികളുടെ വാഹനങ്ങൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന പ്രധാന പാതയാണ്. ആ പാതയ്ക്ക് സമീപത്തായിട്ടായിരുന്നു കോൺഗ്രസിന്റെ സമരപ്പന്തൽ. എന്നാൽ ഈ സമരപ്പന്തൽ കവിഞ്ഞും റോഡിലേക്ക് ഒക്കെ തന്നെ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടൊക്കെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ആ സമരത്തിൽ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അതിനിടയിലേക്ക് ഈ ആശുപത്രിക്കുള്ളിൽ നിന്നും ക്യാൻസർ രോഗിയുമായിട്ട് ഒരു കാറ് പുറത്തേക്ക് വരികയുണ്ടായത്. ആ പാതയിലൂടെ ഗതാഗതം വളരെ ബുദ്ധിമുട്ടിയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാറ് വളരെ പതുക്കെ മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ ഏതോ പ്രവർത്തകന്റെ ദേഹത്ത് തട്ടി കാർ എന്ന് ആരോപിച്ചുകൊണ്ട് ഈ പ്രവർത്തകർ ഈ കാറ് തടഞ്ഞു നിർത്തുകയും തുടർന്ന് കാറിന്റെ മുൻവശത്തെ ചില്ല് കൈകൊണ്ട് അടിച്ചു തകർക്കുകയും പ്രകോപനപരമായിട്ട് ഈ കാർ യാത്രക്കാരോട് പെരുമാറുകയുമായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ ചെയ്യുകയുണ്ടായത്. പ്രത്യേകിച്ച് ആ സമരം നിയന്ത്രിക്കുന്നതിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരടക്കം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ മുന്നിൽ വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. തുടർന്ന് സംഭവം എന്തായാലും വിവാദമാകുമെന്ന് കണ്ടതോടുകൂടി കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ആ കാർ യാത്രികരുമായിട്ടൊരു അനുനയ ചർച്ചയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് വളരെ ദോഷകരമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് എന്ന് കണ്ടു നിൽക്കുന്ന ആർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ക്യാൻസർ രോഗിയായിട്ടുള്ള അച്ഛനെ ചികിത്സയ്ക്ക് ശേഷം റേഡിയേഷൻ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി പുറത്തേക്ക് ഇറക്കുന്നതിനിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ സമരം എന്ന് പറയുന്നത് തന്നെ മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് വേണ്ടിയിട്ട്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നടത്തിയുള്ള സമരമെന്നായിരുന്നു ഇവർ പറഞ്ഞിരുന്നത്. അപ്പോൾ അത്തരത്തിൽ സമരം നടത്തുന്ന അവരുടെ ഭാഗത്തു നിന്ന് തന്നെ രോഗിയുമായി സഞ്ചരിച്ച വാഹനത്തിനെതിരെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അത് മാത്രമല്ല, ആംബുലൻസ് ഉൾപ്പെടെ രോഗികളുടെ വാഹനങ്ങൾ നിരന്തരം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാത കൈയേറി കൂടിയിട്ടാണ് ഈ സമരപ്രവർത്തകർ ഈ സമരത്തിന്റെ ഭാഗമാവുകയും ഈ അതിക്രമമൊക്കെ കാണിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള വസ്തുത. സോന.